വാർത്തകൾ തുടരുന്നു. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി UDF നേതാവ്. വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ വാക്ചാതുര്യം കൊണ്ടും ശരീര അഴക് കൊണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെന്നാണ് UDF മണ്ഡലം കൺവീനറും മുസ്ലിം ലീഗ് നേതാവുമായ ഇർഷാദ് ചക്കാലശ്ശേരിയുടെ പരാമർശം. ഇന്നലെ കായംകുളത്ത് വെച്ച് നടന്ന UDF കൺവെൻഷനിലായിരുന്നു സ്ത്രീവിരുദ്ധ പരാമർശം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാക്കുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിതൻ ചേരുന്നുണ്ട്. ശരണ്യ, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ വീറും വാശിയും അതിശക്തമായിട്ടുള്ള മത്സരമൊക്കെ കായംകുളത്തുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നലെ എം ലിജുവിൻ്റെ വൈകാരികമായ UDF സ്ഥാനാർത്ഥി എം ലിജുവിൻ്റെ വൈകാരികമായ ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ വൈറലായതാണ്. പക്ഷെ അതിന് പിന്നെ UDF അവിടെ ഒരു ചെറിയ മേൽക്കൈ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ ലിജുവിന് അനുകൂലമായൊരു തരംഗമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് UDFിൻ്റെ ഭാഗത്തു നിന്ന്, മുസ്ലിം ലീഗ് നേതാവിൻ്റെ ഭാഗത്തു നിന്ന് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ, LDF സ്ഥാനാർത്ഥിക്കെതിരെ ഈ രീതിയിലുള്ളൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക? മാത്രമല്ല, യു പ്രതിഭ ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ UDFിന്റെ കൺവെൻഷൻ, അതായത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കായംകുളത്ത് വെച്ച് നടന്നിരുന്നു. KC വേണുഗോപാൽ ആയിരുന്നു അത് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ആ വേദിയിൽ വെച്ചാണ് ലിജുവിന്റെ ഒരു വൈകാരികമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിരന്തരം പരാജയപ്പെടുന്നതും എന്നാൽ ഒരു തവണ കൂടി ഒരു അവസരം നൽകണമെന്നുള്ള വൈകാരികമായ അദ്ദേഹത്തിന്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. അത് വലിയ രീതിയിൽ ഒരു പ്രചാരണമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ലിജുവിന് അനുകൂലമായ രീതിയിലുള്ള ഒരു പ്രതികരണമായി അത് മാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ആ വേദിയിൽ വെച്ച് തന്നെ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. LDFിന്റെ കൺവീനറായ ലീഗ് നേതാവ് കൂടിയായ ഇർഷാദാണ് ഇത്തരത്തിലൊരു സ്ത്രീ വിരുദ്ധ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അത് യു പ്രതിഭയെ സംബന്ധിച്ചുള്ള വികസനങ്ങളുടെ കാര്യത്തിനകത്ത് കായംകുളത്ത് വികസനങ്ങൾ ഉണ്ടായിട്ടില്ല, മറിച്ച് അവരുടെ വാക്ചാതുരിയും ഒപ്പം തന്നെ ശരീര ഭംഗിയും അല്ലെങ്കിൽ ശരീര അഴകും കൊണ്ട് ആണ് അവരത് വിൽപ്പനയ്ക്ക് വെച്ചാണ് അത്തരത്തിൽ ഒരു ഇതിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു പരാമർശം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കായംകുളത്ത് ഇത്തവണ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ്. നിലവിൽ അവിടെ സിറ്റിംഗ് MLA LDF ആണെങ്കിൽ പോലും ഇപ്പോൾ അത് നല്ലൊരു മത്സരത്തിൽ കായംകുളം എത്തിയിട്ടുണ്ട്. അവിടെയാണ് UDFിന്റെ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പരാമർശം അതൊരു സ്ത്രീവിരുദ്ധ പരാമർശം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അത് സ്ത്രീവിരുദ്ധമാണ്. കാരണം ആ രീതിയിലൊരു തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ഈ രീതിയിൽ വിശകലനം ചെയ്തത് തെറ്റാണ്. അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ലീഗ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്ന നാവുപിഴ ഇപ്പോൾ UDFിന് മറ്റൊരു തരത്തിൽ തലവേദന സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം. അതിനപ്പുറത്തേക്ക് അതൊരു സ്ത്രീവിരുദ്ധ പരാമർശമായിരുന്നു. MLA അല്ലെങ്കിൽ സിറ്റിംഗ് MLA അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആ രീതിയിൽ, പ്രത്യേകിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ആ രീതിയിൽ വിശകലനം ചെയ്തത് തീർത്തും തെറ്റാണ്. അത് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കായംകുളത്ത്. തീർച്ചയായും അത് ആർക്കെതിരെയാണെങ്കിലും, ഏത് സ്ഥാനാർത്ഥിക്കെതിരെയാണെങ്കിലും, അത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം ശരണ്യ, ഈ സമീപകാലത്ത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വീറും വാശിയൊക്കെ ഉയർന്നു വരുമ്പോൾ ഈ രീതിയിൽ പലരുടെയും വാക്കുകൾ പരിധി വിട്ടു പോകാറുണ്ട്. മാത്രമല്ല, നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KJ ഷൈനെതിരായിട്ടുള്ള, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ വളരെ മോശമായിട്ടുള്ള, തെറ്റായിട്ടുള്ളൊരു പ്രവണതയായിരുന്നു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയ സംഭവങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ശക്തമായ നടപടി വേണ്ടതാണ്. പക്ഷെ ഇവിടെ രാഷ്ട്രീയം നോക്കിയാണ് പലപ്പോഴും നടപടി സ്വീകരിക്കാറുള്ളത്. അവിടെ ഭരണപക്ഷത്തെ നേതാക്കൾക്കെതിരെയാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഉയരുന്നതെങ്കിൽ
നടപടികളുണ്ടാകും, ശക്തമായ നടപടികളുണ്ടാകും. കാരണം KJ ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ ഇന്നലെയാണ് കൊണ്ടോട്ടി അബു എന്ന ഒരു സോഷ്യൽ മീഡിയ പേജിൻ്റെ അഡ്മിനെതിരെ നടപടി സ്വീകരിച്ചത്. വിദേശത്തായിരുന്ന ആൾ നാട്ടിലെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തത്. ഇവിടെയും നടപടി സ്വീകരിക്കേണ്ടതാണ്, നിയമ നടപടികൾ വേണ്ടതാണ്. പക്ഷെ അവിടെ രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ആർക്കെതിരെ ഈ രീതിയിലുള്ള തെറ്റായ പ്രവണത, തെറ്റായ പരാമർശങ്ങൾ ഉണ്ടായാലും നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതുകൊണ്ടല്ലേ ഈ ശക്തമായ നടപടികൾ ഇല്ലാതെ വരുമ്പോഴല്ലേ വീണ്ടും ഇതുപോലുള്ള അല്ലെങ്കിൽ നാവ് പിഴ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുമെങ്കിൽ പോലും ഇതുപോലുള്ള ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കുന്നത്, ആവർത്തിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇത് ഈ ലീഗ് നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ തികച്ചും സ്ത്രീവിരുദ്ധമായ പരാമർശം തന്നെയായിരുന്നു. കാരണം ശരീരത്തിന്റെ അളവുകോലുകൾ വെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു സ്ത്രീ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മോശം പ്രയോഗം തന്നെയാണ് ലീഗ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ UDF വളരെയധികം കായംകുളത്ത് ഒരു കാലത്തും കാണാത്ത രീതിയിൽ UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ അവർ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ലിജു നേരത്തെ അവിടെ മത്സരിച്ച ഒരാളാണ്. ഇന്നലെ ലിജു അതിവൈകാരികമായി തന്റെ ഇത്രയധികം പ്രവർത്തിച്ചിട്ടും തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒരു പ്രതികരണമൊക്കെ നടത്തുകയും അത് വളരെ വൈകാരികമായി പ്രവർത്തകരൊക്കെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലൊരു ആ പ്രതികരണം അടക്കം ഒരു മേൽക്കൈ നൽകുന്ന ഘട്ടത്തിലാണ് ഇതൊരു തിരിച്ചടി എന്ന പോലെ ഇങ്ങനെ ഒരു പ്രതികരണം ഇർഷാദിന്റെ ഭാഗത്തുനിന്ന് ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള. തീർച്ചയായും പ്രതിഭ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അല്പസമയം മുമ്പാണ് നവമാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് കൂടാണ്ട് ഇപ്പോൾ മറ്റു നിയമ നടപടികളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിനെ കുറിച്ച് MLA ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വളരെ മോശമായ ഒരു പദപ്രയോഗവും വാക്കുകളുമായിരുന്നു ലീഗ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് പറയാം. അത് UDF തന്നെ ഒരു പിന്നോട്ടടിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പദപ്രയോഗമായിരുന്നു. അത് ഒരു സമൂഹത്തിന് ചേരാത്ത രീതിയിലുള്ള വിവരണമായി അത് മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായും എന്തായാലും ശരണി സൂചിപ്പിച്ചതുപോലെ, കാരണം മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ചില പരാമർശങ്ങൾ, ഈ ചെറ്റത്തനം പോലുള്ള വിവാദ പരാമർശങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF വലിയ രീതിയിൽ ചർച്ചയാക്കുമ്പോഴാണ് മറുവശത്ത് UDFന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ളൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നത്. UDF നേതൃത്വമോ അതല്ലെങ്കിൽ ഈ ലീഗ് നേതാവോ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നുണ്ടോ? തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തിരുത്തൽ നടത്താനോ അല്ലെങ്കിൽ ഒരു മാപ്പ് പറയാനോ ഖേദം പ്രകടിപ്പിക്കാനോ അദ്ദേഹം തയ്യാറാകുമോ? തീർച്ചയായും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർക്ക് പോകേണ്ടി വരും. കാരണം പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിഭ കായംകുളത്ത് ആലപ്പുഴ ജില്ലയിൽ വികസനത്തിന്റെ കാര്യത്തിൽ കായംകുളത്ത് MLA ആയി 3 ടേമുകൾ തുടർന്നെങ്കിലും പ്രതിഭ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് എത്രമാത്രം വികസന കാര്യങ്ങളിലേക്ക് പോയി എന്നുള്ള കാര്യത്തിനകത്ത് ചൂണ്ടിക്കാട്ടി UDF അവിടെ വലിയൊരു ക്യാമ്പയിൻ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു ക്യാമ്പയിൻ ആകെ തിരിച്ചടിയാകുന്ന രീതിയിലായിരുന്നു ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ അതിന് തിരുത്തേണ്ട ഉത്തരവാദിത്വം UDF-നുണ്ട്. അവർ തിരുത്തേണ്ടതായി വരും എന്നുള്ളതാണ്. അത് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന ഒരു പരാമർശമല്ലായിരുന്നു ഉണ്ടായത്. മറ്റൊന്ന് വളരെ തെറ്റാണ്. സ്ത്രീയെ കുറിച്ച് ആ രീതിയിൽ ഉള്ള വാചകം ഉപയോഗിച്ച് അവരെ വിശദീകരിക്കുക അല്ലെങ്കിൽ അവരെ അങ്ങനെ പറയുക എന്നുള്ളത് മോശമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും UDF-ന് അത് തിരുത്തേണ്ടതായി വരും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നാവുപിഴയായി തന്നെ നമുക്ക് പറയാം. പിന്നെ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ല എന്നുള്ളത് ആണ് അവർക്കൊരു ആശ്വാസകരമായി ഉള്ളത്. ഇത് പ്രാദേശികമായുള്ള ഈ ലീഗിന്റെ ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഈ പാളിച്ച വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്കിൽ പോലും UDF അത് തിരുത്തേണ്ടി വരും. അവർ തിരുത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. അത് ഏത് നേതാവിനെതിരെയാണെങ്കിലും ഇതുപോലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. പൊതുസമൂഹം അത് അംഗീകരിക്കില്ല. കാരണം അങ്ങനെയാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, ജനങ്ങൾ വിശകലനം ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടും പിന്തുണയുമൊക്കെ. നമുക്കറിയാം, ഒരു വശത്ത് UDF മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളെ വിമർശിക്കുമ്പോഴാണ് മറുവശത്ത് ഇതുപോലുള്ള തെറ്റായ പ്രവണതകൾ അല്ലെങ്കിൽ തെറ്റായ പരാമർശങ്ങൾ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ഏറെ ഗൗരവമായി തന്നെ UDF നേതൃത്വം കാണേണ്ടതാണ്. തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തേണ്ടതാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.